എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂൺ 15 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിലെ വാരഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ജ്യോതിഷപരമായ ഇത്തരം വിശേഷങ്ങളും വാരഫലങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് സമ്മിശ്രവും എന്നാൽ നേട്ടങ്ങൾ നിറഞ്ഞതുമായ ഒരു വാരമായിരിക്കും ഇത്. തൊഴിൽ രംഗത്ത് ഈ വാരം പുരോഗതിയുണ്ടാകും. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇത് അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ സുതാര്യത പുലർത്തുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും. ഔദ്യോഗികമായ യാത്രകൾക്ക് സാധ്യത കാണുന്നു. സാമ്പത്തികമായി നല്ല വാരമാണിത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ബഡ്ജറ്റ് കൃത്യമായി പാലിക്കുക. പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. കുടുംബാംഗങ്ങളുമായി ഐക്യത്തോടെ പെരുമാറാൻ സാധിക്കും. വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അല്പം കഠിനാധ്വാനം വേണ്ടിവരും. പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് ലഘുവായ ഭക്ഷണശീലം തുടരുക. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാൻ മറക്കരുത്. സീസണൽ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർ വാഹനത്തിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും. ഈ ആഴ്ചയിൽ കാര്യതടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യമുണ്ടാകാനും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചന നടത്തുന്നതും ദിവസവും രാവിലെ ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നതും ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ നിറഞ്ഞ ഒരു വാരമാണിത്. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥിതി ഈ വാരം നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാനും ചുമതലകളിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും കഴിയും. സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങും. സാമ്പത്തികമായി മികച്ച വാരമാണിത്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. എങ്കിലും അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കുക. സുഹൃത്തുക്കൾ മുഖേനയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുജനങ്ങളുമായി ഒത്തുചേരാൻ അവസരമുണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. ദീർഘകാലമായി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ അമിതമായ ഉത്കണ്ഠ വേണ്ടെങ്കിലും ചെറിയ തോതിലുള്ള ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. കൃത്യസമയത്തുള്ള ഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ശീലിക്കുക. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ സംസാരിക്കുക. ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉത്തമമായിരിക്കും. ഈ ആഴ്ച ഐശ്വര്യപ്രദമാകാൻ ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും.
മകീര്യം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന വാരമാണിത്. ഗ്രഹങ്ങളുടെ സ്ഥാനം ഈ വാരം നിങ്ങൾക്ക് പുതിയ ഊർജവും അവസരങ്ങളും സമ്മാനിക്കും. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന വാരമാണിത്. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും അത് കൃത്യമായി നിറവേറ്റാനും നിങ്ങൾക്ക് കഴിയും. സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിപണി കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന വാരമാണിത്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കും. വരാനിരിക്കുന്ന ചെറിയ സാമ്പത്തിക പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അനാവശ്യ ധൂർത്ത് ഒഴിവാക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. കുടുംബത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ദീർഘകാലമായി കാണാൻ ആഗ്രഹിച്ച ബന്ധുക്കളെ കാണാനും സംസാരിക്കാനും അവസരമുണ്ടാകും. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താനും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കും. ആരോഗ്യകാര്യത്തിൽ അലസത കാണിക്കരുത്. തൊഴിലിൻ്റെ സമ്മർദ്ദം കാരണം ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ യോഗയും ധ്യാനവും ശീലിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. കൃത്യമായ ഭക്ഷണശീലം പാലിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തമായി സംസാരിക്കുക. ദൂരയാത്രകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ആഴ്ച ഐശ്വര്യപ്രദമാകാൻ ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ഈ വാരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. തൊഴിൽ രംഗത്ത് അമിതമായ ജോലിഭാരം അനുഭവപ്പെട്ടേക്കാം. എന്നാൽ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ വലിയ സാമ്പത്തിക റിസ്കുകൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ നന്നായി പരിശോധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ട ആഴ്ചയാണിത്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. അത്യാവശ്യമല്ലാത്ത നിക്ഷേപങ്ങൾക്ക് ഈ വാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. വരവിനേക്കാൾ ചിലവ് കൂടാതെ നോക്കുക. കുടുംബത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ജീവിത പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ അകറ്റാൻ സഹായിക്കും. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എങ്കിലും അധ്യാപകരുടെ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കാൻ സാധ്യത കാണുന്നു. വലിയ ലക്ഷ്യങ്ങൾക്കായി ആസൂത്രിതമായി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും മിതമായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ചെറിയ രീതിയിലുള്ള നടത്തം സഹായിക്കും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുക. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഈ വാരത്തിൻ്റെ മധ്യത്തോടെ ചില തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ഐശ്വര്യപ്രദമാകാൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവന് ധാരയോ കൂവളമാലയോ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും തൊഴിൽപരമായ നേട്ടങ്ങൾ ലഭിക്കുന്നതുമായ സമയമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ ഫലം ലഭിക്കുന്ന വാരമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥർക്കും ഇടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങും.
ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും പഴയ തടസ്സങ്ങൾ നീക്കി മുന്നേറാനും സാധിക്കും. സാമ്പത്തികമായി നല്ലൊരു വാരമാണിത്. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ വലിയ തോതിലുള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. കുടുംബാംഗങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. ജീവിത പങ്കാളിയുമായി നല്ല രീതിയിലുള്ള ആശയവിനിമയം നിലനിർത്തുന്നത് കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പരീക്ഷകളിൽ മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഉന്നത പഠനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ നടക്കും. ആരോഗ്യകാര്യത്തിൽ അലസത കാണിക്കരുത്. അമിതമായ ജോലിഭാരം കാരണം ചെറിയ ശാരീരിക ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ യോഗയും വ്യായാമവും ശീലിക്കുന്നത് ഉന്മേഷം നൽകും. ഭക്ഷണക്രമത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംസാരത്തിൽ വിവേകം പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടത്തുന്ന യാത്രകൾ കൂടുതൽ ഗുണകരമായിരിക്കും. ഈ വാരം കൂടുതൽ ഐശ്വര്യപ്രദമാക്കാൻ ഞായറാഴ്ചകളിൽ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ദിവസവും വിഷ്ണുനാമങ്ങൾ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും കർമ്മങ്ങളിൽ വിജയവും നൽകും. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരം പല കാര്യങ്ങളിലും മിശ്രഫലങ്ങളാണ് അനുഭവപ്പെടുക. എങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ കൊയ്യാനാകും. തൊഴിൽ രംഗത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അവയെ സംയമനത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരും മുമ്പ് നല്ലവണ്ണം ആലോചിക്കുക. സാമ്പത്തികമായ ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. സാമ്പത്തികമായി അല്പം ശ്രദ്ധ വേണ്ട വാരമാണിത്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വായ്പകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അപ്രതീക്ഷിതമായ ചില ചിലവുകൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് എടുക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ തുറന്ന് സംസാരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം തോന്നിയേക്കാം. എങ്കിലും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോയാൽ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ ചെറിയ തോതിലുള്ള ക്ഷീണമോ അനുഭവപ്പെടാം. പതിവായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണരീതിയും പിന്തുടരുന്നത് ഉന്മേഷം നൽകും. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഗുണകരമാകും. ആലോചിക്കാതെ സംസാരിക്കുന്നത് അനാവശ്യ വിവാദങ്ങൾക്ക് കാരണമായേക്കാം. ദൂരയാത്രകൾ കഴിയുമെങ്കിൽ ഈ ആഴ്ച ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടെ നടത്തുകയോ ചെയ്യുക. ഈ വാരം ദോഷങ്ങൾ മാറി ഗുണങ്ങൾ വർദ്ധിക്കാൻ ബുധനാഴ്ചകളിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതോ ജപിക്കുന്നതോ മനഃശാന്തി നൽകും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇത് നല്ല സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. എന്നിരുന്നാലും വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു.
പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചില പ്രധാന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം മികച്ചതായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം കൈവരിക്കാനും സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. വ്യായാമം മുടക്കാതെ ചെയ്യുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താൻ സഹായിക്കും. ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. സംസാരത്തിൽ എപ്പോഴും സൗമ്യത നിലനിർത്തുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഗുണകരമാകും. ദീർഘദൂര യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്നവർ എല്ലാ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി ചെയ്യുക. ഈ ആഴ്ച ഐശ്വര്യപ്രദമാകാൻ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും ലളിത സഹസ്രനാമം ജപിക്കുന്നത് കാര്യതടസ്സങ്ങൾ മാറി നേട്ടങ്ങൾ ലഭിക്കാൻ സഹായിക്കും. വിശാഖം അവസാനക്കാൽ അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം പല കാര്യങ്ങളിലും ജാഗ്രത വേണ്ടി വന്നേക്കാവുന്ന വാരമാണ്. ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ വിജയം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചേക്കാം. എങ്കിലും നിങ്ങളുടെ അർപ്പണബോധം കൊണ്ട് ജോലിയിൽ കൃത്യത പാലിക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകൾ ഒപ്പിടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. അനാവശ്യ റിസ്കുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം അത്യാവശ്യമാണ്. ചെലവുകൾ ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കുക. പഴയ കടബാധ്യതകൾ തീർക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം. ആർഭാടങ്ങൾക്കായി പണം ചെലവാക്കുന്നത് ഈ വാരം ഒഴിവാക്കുക. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആശയവിനിമയക്കുറവ് ഉണ്ടാകാതെ നോക്കുക. വീട്ടിൽ മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവാക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പം അലസത അനുഭവപ്പെടാം. ഏകാഗ്രത നിലനിർത്താൻ യോഗയോ ധ്യാനമോ ചെയ്യുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല. കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ ശീലമാക്കുക. അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ അഭിപ്രായം തേടുക. വാഹനമോടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഈ ആഴ്ച ഗുണകരമാകാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് മനസ്സിന് ധൈര്യവും കാര്യവിജയവും നൽകും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം പുരോഗതിയും നേട്ടങ്ങളും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഉത്തമ ഫലങ്ങൾ നൽകും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിപണി കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. സാമ്പത്തികമായി മികച്ച വാരമാണിത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടും. എങ്കിലും അമിതമായ ചിലവുകൾ ഒഴിവാക്കി സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. ദൂരസ്ഥലത്തു നിന്നുള്ള പ്രിയപ്പെട്ടവരിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പങ്കാളിയുമൊത്തുള്ള യാത്രകൾക്ക് അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും.
പരീക്ഷകൾ എഴുതുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗയും ധ്യാനവും ശീലിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ഭക്ഷണ കാര്യത്തിൽ കൃത്യത പാലിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. സംസാരത്തിൽ സൗമ്യത പുലർത്തുന്നത് ഗുണകരമാകും. ഈ ആഴ്ച കൂടുതൽ ഐശ്വര്യപ്രദമാക്കാൻ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ വാരം അധ്വാന ഭാരമേറിയുമെങ്കിലും ഫലത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ഗ്രഹനിലയനുസരിച്ച് ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കും. തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പുലർത്തുന്നത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് കാരണമായേക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. സഹപ്രവർത്തകരുമായുള്ള സഹകരണം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിക്കും. സാമ്പത്തികമായി ഒരു സമ്മിശ്ര വാരമാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കുക. കടം കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ ജാഗ്രത പാലിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾക്കായി പണം മാറ്റിവെക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം മെച്ചപ്പെടും. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാൻ അവസരമുണ്ടാകും. പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണിത്. ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. പുതിയ വിഷയങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ജോലിഭാരം കാരണം ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണവും ശീലിക്കുക. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. അമിതമായ ജോലി സമ്മർദ്ദം കാരണം ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ദൂരയാത്ര നടത്തുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഈ വാരം ദോഷങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കാൻ ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെയും ശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ദിവസവും ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരം പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാക്കാൻ ഈ വാരം നിങ്ങൾക്ക് അവസരം ലഭിക്കും. തൊഴിൽ മേഖലയിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മികച്ച വാരമാണിത്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു ലഭിക്കുകയും ചെയ്യും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന തുകകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അനാവശ്യ ധൂർത്ത് ഒഴിവാക്കാനും സാമ്പത്തിക ഇടപാടുകളെ കൃത്യമായ കണക്ക് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണപരമായ ഉപദേശങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും. പരീക്ഷകൾ എഴുതുന്നവർ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം കൈവരിക്കാൻ കഴിയുന്ന വാരമാണിത്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പതിവായുള്ള വ്യായാമം തുടരുന്നത് ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതിനാൽ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഈ ആഴ്ച കാര്യതടസ്സങ്ങൾ മാറി നേട്ടങ്ങൾ ലഭിക്കാൻ ശനിയാഴ്ചകൾ ശനീശ്വരനെ ഭജിക്കുന്നതും എള്ളെണ്ണ വിളക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും ഐശ്വര്യത്തിനും സഹായിക്കും.
പൂരുരുട്ടാതി അവസാനക്കാൽ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ വാരം പല കാര്യങ്ങളിലും സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. എങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെയും ദൈവാനുഗ്രഹത്തോടെയും മുന്നോട്ടു പോയാൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ്. വലിയ സാമ്പത്തിക റിസ്കുകൾ ഒഴിവാക്കുക. തൊഴിൽ സംബന്ധമായ യാത്രകൾക്ക് സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തുക. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ വാരം ഒഴിവാക്കുന്നതാണ് ഉചിതം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി ബഡ്ജറ്റ് ക്രമീകരിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ജീവിത പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ അകറ്റാൻ സഹായിക്കും. ബന്ധുജനങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം അനുഭവപ്പെട്ടേക്കാം. എങ്കിലും അധ്യാപകരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ചെറിയ രീതിയിലുള്ള ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം. കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. യോഗയും ലഘുവായ വ്യായാമങ്ങളും ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ച ഐശ്വര്യപ്രദമാക്കാൻ വ്യാഴാഴ്ചകൾ ദക്ഷിണാമൂർത്തിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും കാര്യവിജയത്തിനും സഹായിക്കും. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.